അത് ആലപ്പുഴയിലെ വിവാദ കാർണിവൽ നടത്തിപ്പിൽ കരാർ ലൈസൻസി മറച്ചുവിറ്റതായുള്ള രേഖകൾ ന്യൂസ് 18. 1 കോടി രൂപയ്ക്കാണ് കരാർ എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്നയാൾക്ക് മറച്ചുവിറ്റത്. സിയാൻ കമ്പനി ഉടമ ഷിഫാനയുടെ പേരിലാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുമതി നേടിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശി സുനിലാണ് പോർട്ട് ഓഫീസിൽ കെട്ടിവയ്ക്കാനുള്ള തുക ഷഹാനയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത്. വിവാദ കാർണിവലിന് അനുമതി നേടി കൊടുക്കാൻ സുനിലിന് ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരുടെ സഹായവും ലഭിച്ചിരുന്നു. ശരണ്യ, ഇത് കരാർ മറച്ചു വയ്ക്കുക, മറ്റൊരാൾ പണമിടപാട് നടത്തുക, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആലപ്പുഴ ബീച്ചിൽ നടന്ന വിവാദ കാർണിവലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കരാറിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയിരുന്നത് ലൈസൻസിയായി എത്തിയ ആൾ ഷിഫാന എന്ന പാലക്കാട് സ്വദേശിയാണ്. ഇവരാണോ ഇതിന്റെ യഥാർത്ഥ ഉടമകൾ എന്നുള്ളത് ആണ് നേരത്തെ തന്നെ വിവാദമായി നിന്നിരുന്നത്. മാത്രമല്ല ആലപ്പുഴ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള ചില കൗൺസിലർമാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ, അതായത് നമുക്കറിയാം വെറുമൊരു കാർണിവൽ അല്ല നടന്നത്. കാർണിവലിന് ശേഷം ഗുരുതര പാരിസ്ഥിതിക മലിനീകരണം നടന്നു. CRZ മേഖലയിലായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണം, 90 അടിയോളം പൊക്കമുള്ള അനധികൃതമായ നിർമ്മാണം ഒരുക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ CRZ മേഖലയിൽ ഈ ഭൂഗർഭ ജല അതോറിറ്റിയുടെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് അവിടെ കുഴൽക്കിണർ കുഴിച്ചു. അതോടൊപ്പം ആ പ്രദേശങ്ങളിലാകെ കുഴിക്കക്കൂസുകൾ നിരത്തി, അതായത് ബീച്ചിൽ വന്ന് കുട്ടികൾ ഉൾപ്പെടെ ചെലവഴിക്കുന്ന മണ്ണിൽ കുഴിക്കക്കൂസുകൾ നിരത്തി ആണ് ഈ ഒരു കാർണിവൽ 2 മാസക്കാലം ആലപ്പുഴ ബീച്ചിൽ മുന്നോട്ട് പോയത്. ഇതിനിടയിൽ മറ്റ് ആരോഗ്യ വകുപ്പിന്റെ അടക്കമുള്ള മറ്റു പരിശോധനകൾ ഇതിനകത്ത് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഈ കാർണിവൽ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് സിയാൻ എന്ന കമ്പനിയും പാലക്കാട് സ്വദേശിയുമാണ് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു ധാരണ. ആ ധാരണപ്പുറത്താണ് ഇതുവരെ അന്വേഷണ സംഘങ്ങൾ, അതായത് നഗരസഭ ഈ വിഷയത്തിനകത്ത് വിശദീകരണം തേടിയിട്ടുണ്ട്, ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പോർട്ടും ഇതിനകത്ത് തുക, അതായത് 30 ലക്ഷത്തോളം രൂപ പോർട്ടിന് കെട്ടിവെച്ചിട്ടുണ്ട്. ഈ തുകയടക്കം പാലക്കാട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കരാർ പ്രകാരം ഉള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിയാൻ കമ്പനി ഉടമ ഷഫാനയുടേത് മാത്രമല്ല, അതായത് അവരുടെ ലൈസൻസ് ആലപ്പുഴയിൽ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇതിന്റെ മറ്റു ഇടപാടുകൾ മുഴുവൻ ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ എറണാകുളം സ്വദേശിയായ ഒരു വ്യക്തിയുടെയും പേരിലാണ് അവരായിരുന്നു നടത്തിപ്പ് കരാറിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൽ എറണാകുളം സ്വദേശിയായ ഫയാസ് റഹ്മാൻ എന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് ഈ കരാറിൽ ഈ സിയാൻ കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരം. അതായത് മറ്റു ചില വ്യക്തികളുടെ പേരുകൾ കൂടി ഇതിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പാലക്കാട് സ്വദേശികൾക്കാണ് ഈ ഇത്തരത്തിലുള്ള കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഈ വണ്ടർഫാൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയുള്ള പരിചയമുള്ളത്. എന്നാൽ ആലപ്പുഴക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അതിനുശേഷം ഉണ്ടായ ഗുരുതര പാരിസ്ഥിതിക മലിനീകരണത്തിനും അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതുപോലെ തന്നെ ചെറിയ കുട്ടിക്കടക്കം തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ആ വെള്ളത്തിൽ കുളിച്ച കുട്ടിക്ക് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള ഗൗരവകരമായ സംഭവത്തിലേക്ക് നയിച്ചത് ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരിചയവുമില്ലാത്ത ആളുകൾ 1 കോടി രൂപയ്ക്ക് ഈ പാലക്കാട് സ്വദേശികളിൽ നിന്ന് കരാർ വാങ്ങി മറിച്ചു വിറ്റു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ നടത്തിയ ഈ കരാറിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭൂമിയും അതോടൊപ്പം തന്നെ കാർണിവൽ നടത്തിപ്പും മറ്റ് 2 മാസക്കാലമായുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ എറണാകുളം സ്വദേശി കരാറിലൊപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ശരണ്യ പുറത്തുവിടുന്നത്. രേഖകൾ ന്യൂസ് 18 ആണ് ലഭിച്ചത്. കരാർ മറച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്, അതും 1 കോടി രൂപയ്ക്ക്. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.